ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കേരള ടെക് അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇത് 7ാമത്തെ ക്ലാസ്സാണ് പവർ ഇലക്ട്രോണിക്സിൻ്റെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, അതായത് 6ാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വെറും ബി ജെ ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ബി ജെ ടി ആണ്. അപ്പോൾ പവർ ബി ജെ നമുക്ക് ഡയറക്റ്റ് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ പവർ ബി ജെ ടിയുടെ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഡി സി ടു ഡി സി കൺവേർട്ടറുകൾ, അതേപോലെ SMP-S, അതേപോലെ ഇൻവേർട്ടേഴ്സ്, അതുപോലെ റിലേസ് ആൻഡ് പവർ കൺട്രോൾ സർക്യൂട്ട്സിലാണ് മെയിനായിട്ട് നമ്മൾ പവർ ബി ജെ ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു സാധാ നമ്മുടെ സിഗ്നൽ ടൈപ്പ് ബി ജെ ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആംപ്ലിഫിക്കേഷനാണ്, സിഗ്നൽ ആംപ്ലിഫിക്കേഷനാണ്. പക്ഷേ നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ദ പവർ ബി ജെ ടി ഈസ് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന. ഇറ്റ് ഈസ് യൂസ് മെയിൻ ആപ്ലിക്കേഷൻസ് ആർ ലൈക്ക് ഡി സി കൺവേർട്ടർ, SMP-S, ഇൻവേർട്ടേഴ്സ്, റിലേസ് ആൻഡ് പവർ കൺട്രോൾ സർക്യൂട്ട്സ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് നമ്മൾ ബി ജെ ടി പഠിച്ച പോലെ രണ്ട് ടൈപ്പ് ഓഫ് ബി ജെ ടി ഉണ്ട്. അതായത് NPN അതേപോലെ PNP. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ബി ജെ ടികളാണ് നമുക്കുള്ളത്. സോ ഇതാണ് അതിൻ്റെ സിമ്പൽ. അതനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് ആരോ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, സോ ലൈക്ക് ഇതിൽ NPN ട്രാൻസിസ്റ്ററിലാണെങ്കിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് PNP ട്രാൻസിസ്റ്റർ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണ്. സോ ഇലക്ട്രോൺ മൊബിലിറ്റി ആണ് ഹോൾ മൊബിലിറ്റിനെക്കാട്ടിലും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രിഫർ ചെയ്യുന്നത്? NPN ട്രാൻസിസ്റ്റർ കൂടുതൽ പ്രാക്ടിക്കലി പ്രിഫർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നൗ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് പവർ ബി ജെ ടി എന്തിനായിരുന്നു? സ്വിച്ചിങ് പർപ്പസിനാണ്. നമ്മളെ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് സിഗ്നൽ ബി ജെ ടി എന്തായിരുന്നു? ഇറ്റ് ഈസ് ഫോർ ആംപ്ലിഫിക്കേഷൻ. നൗ ഇനി നമുക്ക് പറയാനുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ബി ജെ ടിയുടെ സിമ്പിൾ. യു ഹാവ് VCE ഡ്രോപ്പ് ഇങ്ങനെയാണ്. സോ മെയിനായിട്ടുള്ളൊരു 3 റീജിയനാണ്. ഒന്ന് സാച്ചുറേഷൻ, ആക്റ്റീവ്, കട്ട് ഓഫ് റീജിയൻ. നമ്മൾ ഈ പവർ ബി ജെ ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ 2 റീജിയണിലായിരിക്കും. ഒന്ന് കട്ട് ഓഫ് റീജിയണിലും പിന്നെ ഒന്ന് സാച്ചുറേഷൻ റീജിയൻ. അതായത് സാച്ചുറേഷൻ റീജിയണിൽ ഇറ്റ് വർക്ക്സ് ഇൻ ഓൺ സ്റ്റേറ്റ് ആൻഡ് കട്ട് ഓഫ് റീജിയണിൽ അത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും വർക്ക് ചെയ്യുക. നൗ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ബി ജെ ടി ഈസ് എ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ്. ബി ജെ ടി ഈസ് എ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ്. ഓക്കെ, ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നമ്മൾ പ്രാക്ടിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്? ബി ജെ ടി കൂടുതലും എന്താണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കാരണം എന്താ? ബേസ് വിൽ ടേക്ക് ആസ് എന്താണ്? ഇൻപുട്ട്. അതായത് കറണ്ട് കൺട്രോൾ, നമ്മൾ ബേസിലേക്ക് ഒരു കറണ്ട് ഇൻജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്തൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, VCE വേഴ്സസ് IC ആണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മുടെ കട്ട് ഓഫ് റീജിയൻ ഇവിടെയാണ്, അതേപോലെ സാച്ചുറേഷൻ. ഞാനത് തലതിരിച്ച് വരച്ചു എന്നേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ഡയഗ്രാം നമ്മുടെ മുന്നേ ഈ ഒരു ഡയഗ്രാം ഇവിടെ വരച്ചു എന്നേ ഉള്ളൂ. VCE വേഴ്സസ് IC വരച്ചു എന്നേ ഉള്ളൂ. യു ഹാവ് എ കട്ട് ഓഫ് റീജിയൻ ഇവിടെ, സാച്ചുറേഷൻ റീജിയൻ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ആക്റ്റീവ് റീജിയൻ ആണ്, റൈറ്റ്? അപ്പോൾ ആക്റ്റീവ് റീജിയൻ വെൻ സ്വിച്ച് ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ് ഫ്രം ഓൺ ടു ഓഫ്. അതായത് നമുക്കറിയാം സാച്ചുറേഷൻ റീജിയൻ ആണ് നമ്മുടെ ഓൺ റീജിയൻ, അതേപോലെ കട്ട് ഓഫ് റീജിയൻ ആണ് നമ്മുടെ ഓഫ് റീജിയൻ. അപ്പോൾ സ്വിച്ച് നമ്മുടെ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിൽ പോകുമ്പോഴും എനിവേ ഇറ്റ് വിൽ ഗോ ത്രൂ ആക്റ്റീവ് റീജിയൻ, റൈറ്റ്? അപ്പോൾ ഒരു കുറച്ച് നേരം എന്തായാലും ആക്റ്റീവ് റീജിയനിൽ കൂടെ പാസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഗോസ് ത്രൂ ആക്റ്റീവ് റീജിയൻ. അപ്പോൾ എന്തുണ്ടാവും? ഒരു ഡ്രോപ്പ് ഉണ്ടാവും, VCE ഇൻറ്റു IC എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ഡ്രോപ്പ്. കാരണം ഇവിടെ എന്താണ്? ഹിയർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് യു ഡോണ്ട് ഹാവ് VCE വോൾട്ടേജ്. ഒന്നെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലോ ഒന്നെങ്കിൽ വോൾട്ടേജ് നിയർസ് ടു 0, മീൻസ് ഐഡിയൽ കേസ് ആണെങ്കിൽ വോൾട്ടേജ് 0, VCE 0. പിന്നെ ഈ ഒരു കട്ട് ഓഫ് റീജിയനിലാണെങ്കിൽ കറണ്ട് ഇല്ല, IC 0. ബട്ട് ഇൻ ആക്റ്റീവ് റീജിയൻ ദർ വിൽ ബി എ വോൾട്ടേജ് VCE ആൻഡ് IC. അപ്പോൾ എന്താണ്? VCE ഇൻറ്റു IC ദർ വിൽ ബി എ
പവർ ഡിസിപ്പേഷൻ. സോ ആ ഒരു ആക്റ്റീവ് റീജിയനിലാണ് നമുക്ക് കൂടുതൽ പവർ ഡിസിപ്പേഷൻ ഉണ്ടാകുന്നത്. സോ നമ്മുടെ മെയിൻ എയിം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ആക്റ്റീവ് റീജിയനിൽ കൂടെ പാസ് ചെയ്യുന്ന സമയം എന്നത് ഏറ്റവും മിനിമൽ ആക്കണം നമ്മുടെ സ്വിച്ചിൻ്റെ. സോ അങ്ങനെയാണെങ്കിൽ ലോസസ് ഓഫ് സ്വിച്ച് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ മോർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് സ്വിച്ചിങ് പീരീഡ് ബിക്കോസ് വൈ ഇറ്റ് ഗോസ് ത്രൂ ദ ആക്റ്റീവ് റീജിയൻ. അപ്പോൾ പോയിന്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നൗ ഇതാണ് നമ്മുടെ ഒരു സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ മീൻസ് എന്താ വി സി ഇ വേഴ്സസ് ഞാൻ ടൈം അതേപോലെ ഐ സി വേഴ്സസ് ടൈമും വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഐ സി കറണ്ട്. ഇതാണ് നമ്മുടെ ഐ സി കറണ്ട്, ഐ സി റേറ്റഡ് കറണ്ട്. അപ്പോൾ എന്തായത് നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ വെച്ചിട്ട് നമ്മുടെ സ്വിച്ച് ടേൺ ഓൺ ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി വി സി അതായത് സ്വിച്ചിന് അക്രോസുള്ള വോൾട്ടേജ് ഇറ്റ് വിൽ സ്റ്റാർട്ട് റെഡ്യൂസിങ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ എന്താണ് യു ഹാവ് എ വി സി ഇ ആൻഡ് ഐ സി കറണ്ട്. അപ്പോൾ വി സി ഇയും ഐ സി കറണ്ടും കൂടിയും കൂട്ടിയിട്ട് നമുക്കൊരു എന്തുണ്ടാവും, ഒരു പവർ ക്രിയേറ്റ് ഉണ്ടാവും. ആ പവർ എന്ന് പറയുന്നത് എങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്യും, ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. സോ you have a power loss while the transient, അതായത് ടേൺ ഓൺ ട്രാൻസിയൻ അല്ലെങ്കിൽ ടേൺ ഓഫ് കണ്ടീഷനിലാണ്. മീൻസ് when the device transfers from turn on to turn off അല്ലെങ്കിൽ turn off to turn on എന്ന് പറയുന്ന കണ്ടീഷനിൽ ആയിരിക്കും, ആ ഒരു ഇൻസ്റ്റൻറ്റിലായിരിക്കും, ആ കുറച്ച് നേരത്തെ ഒരു ഇൻസ്റ്റൻറ്റിലായിരിക്കും എന്ത് സംഭവിക്കുക, there will be a power loss because എന്താ it passes through the active region. Okay, now n minus layer is used for increasing voltage capability. അതായത് നമ്മൾ കഴിഞ്ഞ ബി ജെ ടിയിൽ എൻ മൈനസ് ലെയർ എന്ന് പറഞ്ഞ ലെയർ ഉണ്ടായിരുന്നില്ല. നമ്മൾ പവർ ബി ജെ ടിയിൽ എൻ മൈനസ് ലെയർ എന്ന് പറഞ്ഞ ലെയർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഇൻക്രീസസ് ദ വോൾട്ടേജ് കേപ്പബിലിറ്റി ഓഫ് ദ ഡിവൈസ്. ഓക്കെ, ഇറ്റ് ടേക്സ് മോർ ടൈം ടു ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ്. അതായത് ഈ എൻ മൈനസ് ലെയർ ഇൻകോപ്പറേറ്റ് ചെയ്ത കാരണം, പവർ ബി ജെ ടിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത കാരണം എന്ത് സംഭവിക്കും, ഇറ്റ് ടേക്സ് മോർ ടൈം ടു ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ്. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ. എന്താണ്, അതായത് നമ്മൾ എൻ മൈനസ് ലെയർ നമ്മൾ പുതിയൊരു പവർ ബി ജെ ടിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത കാരണം ഇറ്റ് ടേക്സ് മോർ ടൈം ടു ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ. അതായത് സംഭവം എന്താ വെച്ചാൽ നമുക്ക് അതിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സമയം കുറയും. അതുകൊണ്ടാണ് മീൻസ് ഇറ്റ് ടേക്സ് മോർ ടൈം ടു ഡിസ്ട്രിബ്യൂട്ട് ദ ചാർജസ് ഇൻ ദ എൻ മൈനസ് ലെയർ. അപ്പോൾ ആ സമയം കൂടുതൽ എടുക്കുന്ന കാരണം നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ അത് യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് മെയിനായിട്ടുള്ള റീസൺ. ഓൾസോ മോർ ഡിസിപ്പേഷൻ ഓഫ് ഹീറ്റ് ഓൾസോ ഒക്കർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, എൻ മൈനസ് ലെയർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം, നമ്മുടെ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ പോസിബിൾ അല്ല ബിക്കോസ് ഇറ്റ് ടേക്സ് മോർ ടൈം. പിന്നെ ഇറ്റ് ഓൾസോ മേക്സ് അല്ലെങ്കിൽ എന്താ സംഭവിക്കും, ഡിസിപ്പേഷൻ ഓഫ് ഹീറ്റ് കൂടുതലായിരിക്കും കാരണം പുതിയൊരു ലെയർ ഇൻകോപ്പറേറ്റ് കാരണം. ദസ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഓൺലി ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് കേട്ടോ. നൗ അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ കൺസ്ട്രക്ഷൻ ഓഫ് ബി ജെ ടി. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഓഫ് ബി ജെ ടിയുടെ ഒരു പവർ ബി ജെ ടിയുടെ ഒരു ലെയേഴ്സാണ്. വി ഹാവ് എൻ എൻ പ്ലസ് ലെയർ. പ്ലസ് മൈനസ് എന്താ ഡിനോട്ട് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. പി ലെയർ, എൻ മൈനസ് ലെയർ, എൻ പ്ലസ് ലെയർ. അപ്പോൾ ബേസിൻ്റെ തിക്നെസ് നമ്മൾ മാക്സിമം എപ്പോഴും കുറയ്ക്കാനാണ് നോക്കുക. ഓക്കെ, നൗ നമ്മൾ എൻ മൈനസ് ലെയർ എന്ന് പറഞ്ഞൊരു കളക്ടർ ഡ്രിഫ്റ്റ് റീജിയൻ ഇൻകോപ്പറേറ്റ് ചെയ്തു. എന്തിനാണ്, ടു ഇൻക്രീസ് ദ പവർ റേറ്റിംഗ്. ഓക്കെ, പിന്നെ നമ്മൾ എൻ പ്ലസ് ലെയറിലാണ് നമ്മുടെ കളക്ടർ കണക്ട് ചെയ്യുക. മീൻസ് താഴത്തെ മുകളിലത്തെ എൻ പ്ലസ് ലെയർ യു ഹാവ് എൻ എമിറ്റർ ആൻഡ് ഈ പി ലെയറിലായിരിക്കും ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള പി ലെയറിലായിരിക്കും നമ്മുടെ ബേസും കണക്ട് ചെയ്യുക. ഓക്കെ, ഗോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞു. ഇറ്റ് ഹാസ് എ വെർട്ടിക്കൽ സ്ട്രക്ചർ. അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ ടി അതിൻ്റെ കൺസ്ട്രക്ഷൻ ഈസ് ഇൻ എ വെർട്ടിക്കുലർ സ്ട്രക്ചർ ആയിരിക്കും, വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മാക്സിമൈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ വേർ ദ കറണ്ട് ഇൻ ഡിവൈസ് ഫ്ലോസ് ആൻഡ് മിനിമൈസ് ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് ആൻഡ് പവർ ഡിസിപ്പേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം വെർട്ടിക്കൽ സ്ട്രക്ചറായ കാരണം ഇറ്റ് മാക്സിമൈസ് ദ cross sectional area. It minimize the on state resistance and power
പവർ ഡിസിപ്പേഷൻ. ഓക്കെ, നമ്മൾ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ഓൺ സ്റ്റേറ്റ്, അതായത് നമ്മൾ ഡിവൈസ് ഓൺ ചെയ്തിരിക്കുന്ന സമയത്തുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് മോർ ആണെങ്കിൽ, മീൻസ് കറണ്ടിൻ്റെ പാത്ത് കൂടുതലാണെങ്കിൽ ഇറ്റ് ഹാസ് മോർ റെസിസ്റ്റൻസ്. കാരണം ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ മോർ ആണെങ്കിൽ ദ റെസിസ്റ്റൻസ് വാല്യൂ ഓൾസോ ഇൻക്രീസസ് ബിക്കോസ് ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ റെസിസ്റ്റൻസ്, മീൻസ് ലെങ്ത് ഓഫ് ദ റെസിസ്റ്റർ. ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പാത്ത്. ഓക്കെ, സോ അപ്പോൾ മിനിമൽ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് ആവും, പവർ ഡിസിപ്പേഷനും കുറവായിരിക്കും. നൗ ലാർജ് മെറ്റാലിക് ബോഡി ടു ഡിസിപ്പേറ്റ് ഹീറ്റ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഇറ്റ് ഹാസ് എ ലാർജ് മെറ്റാലിക് ബോഡി ടു ഡിസിപ്പേറ്റ് ഹീറ്റ് എഫിഷ്യൻ്റ്ലി. ഞാൻ കൺസ്ട്രക്ഷൻ ഓഫ് BJT ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൗ ബേസ് റീജിയൻ കനോട്ട് ബി ഡിക്രീസ്ഡ് ബിക്കോസ് ഇറ്റ് ഡിക്രീസസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കേപ്പബിലിറ്റി. എന്താണ് കാരണം ഞാൻ പറഞ്ഞു, ബേസ് റീജിയൻ നമ്മൾ ഡിക്രീസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കേപ്പബിലിറ്റി ഉള്ള ഇഷ്യൂസ് കാരണമാണ് മെയിനായിട്ട് ഞാൻ അത് പറയാൻ കാരണം. സോ ബേസ് റീജിയൻ കനോട്ട് ബി ഡിക്രീസ് ബിക്കോസ് ഇറ്റ് ഡിക്രീസസ് എന്താണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കേപ്പബിലിറ്റി. അപ്പോൾ ഈ ബേസ് റീജിയൻ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഗെയിൻ കുറയും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ബേസ് റീജിയൻ ഡിക്രീസ് ചെയ്ത് വെക്കാനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനൊരു വഴിയുണ്ട്. മീൻസ് എങ്ങനെയാണ് ബേസ് റീജിയൻ ഡിക്രീസ് ചെയ്ത് വെച്ച് നമുക്ക് വേണ്ട പവർ റേറ്റിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആ ഒരു കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വി ഗോ ഫോർ മോണോലിത്തിക് ഡാർലിംഗ്ടൺ പവർ BJT. അതൊന്നുമില്ല, പേര് മോണോലിത്തിക് ഡാർലിംഗ്ടൺ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മോണോലിത്തിക് ഡാർലിംഗ്ടൺ പവർ BJT. അപ്പോൾ 2 BJT കണക്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ്. ഞാൻ ആ ഫിഗറിലേക്ക് വരാം. നൗ എന്തുകൊണ്ടാണ് ലൈക്ക് ഇഫ് മോർ റീകോമ്പിനേഷൻ ഒക്കേഴ്സ് ഇൻ ബേസ് റീജിയൻ ആസ് സൈസ് ഓഫ് ദ ബേസ് റീജിയൻ ഇസ് മോർ. അതായത് ബേസ് റീജിയൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ മോർ റീകോമ്പിനേഷൻ ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ദസ് ദ കറണ്ട് ഗെയിൻ റെഡ്യൂസസ്. അപ്പോൾ കറണ്ട് ഗെയിൻ, അതായത് കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് നമുക്ക് വേണ്ട അത്ര ഗെയിൻ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടൂല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മളൊരു മോണോലിത്തിക് ഡാർലിംഗ്ടൺ പവർ BJT എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗെയിൻ എന്ന് പറയുന്നത് ബീറ്റ വിൽ ബി ലൈക്ക് β1 β2 പ്ലസ് β1 പ്ലസ് β2 എന്ന് പറയുന്ന ആ ഒരു ഗെയിനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അത് നമുക്ക് അങ്ങനെ കിട്ടാമെന്ന് പറഞ്ഞുതരാം. ദെർഫോർ ദ വാല്യൂ ഓഫ് ബീറ്റ ഇൻക്രീസസ് ഡ്രാസ്റ്റിക്കലി. കാരണം മുന്നത്തെ ബീറ്റേനെക്കാട്ടിലും നല്ല വ്യത്യാസം ഉണ്ടാവും. ഇറ്റ് വിൽ ഇൻക്രീസ് ലൈക്ക് ഒരു നല്ലൊരു ഇൻക്രീസ് ഇൻ ദ ഗെയിൻ നമുക്ക് കിട്ടും ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ഒരു മോണോലിത്തിക് ഡാർലിംഗ്ടൺ പവർ BJT എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, 2 NPN ട്രാൻസിസ്റ്ററാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യു ഹാവ് ആൻ IC. ഇതിൻ്റെ IC1 ഇതിൻ്റെ കളക്ടർ ടെർമിനലും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേപോലെ Q1ൻ്റെ എമിറ്റർ ടെർമിനലും Q2ൻ്റെ ബേസ് ടെർമിനലുമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ IB ഉണ്ടാവും, ഇവിടെ IC ഉണ്ടാവും, ഇവിടെ നമ്മുടെ എന്തുണ്ടാവും, ഹിയർ യു ഹാവ് ഇവിടെയാണ് നമ്മുടെ IE ഉണ്ടാവുക, എമിറ്റർ ടെർമിനലിൽ കറണ്ട് ഉണ്ടാവുക. ഓക്കെ, നൗ ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എമിറ്റർ ടെർമിനലും ഉണ്ടാവുക. സോ ഇതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ ഉള്ളത്. നമ്മൾ ഒരു BJTയുടെ സ്ട്രക്ചർ പഠിച്ചിരുന്നു. ഒരു N+, PA, N-, N+ എന്ന് പറഞ്ഞ ലെയർ ഉണ്ടാവും. ഇവിടെ എന്താ പ്രത്യേകത പറഞ്ഞാൽ നമ്മളൊരു മെറ്റാലിക് സ്ട്രക്ചർ, അതായത് SiO2 സിലിക്കൺ ഓക്സൈഡ് സ്ട്രക്ചറെ കൊണ്ട് നമ്മൾ ഈ രണ്ട് ലെയറും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 2 ലെയറും ഈ P ലെയറും ഈ P ലെയർ ഓഫ് ദ രണ്ടാമത്തെ ഇതും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് B1ഉം B2ഉം. നമ്മുടെ B1ഉം E1ഉം ആണ് കണക്റ്റഡ്. പക്ഷേ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മെറ്റാലിക് സ്ട്രക്ചർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ
ഇതിൻ്റെ കറണ്ട് ഫ്ലോ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയായിരിക്കും IC1ൻ്റെ കറണ്ട് ഫ്ലോ, ഇങ്ങനെയായിരിക്കും IC2ൻ്റെ കറണ്ട് ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചർ ഉള്ളത്. ഒരു SiO2 ലെയർ ഉണ്ടാവും, ഒരു മെറ്റാലിക് ലെയർ ഉണ്ടാവും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട്. ഓക്കെ, നൗ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗെയിൻ ഇത്രയൊരു വലിയ ഗെയിനിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് IC = IC1 + IC2 അല്ലേ. ഇതാണ് നമ്മുടെ IC. ഈ IC എന്ന് പറയുന്നത് IC1 + IC2 ആണ്, റൈറ്റ്. ഇനി IB2 = IE1. IB2 എന്ന് പറയുന്നതും IE1 എന്ന് പറയുന്നതും സെയിം ആണ്. ഈ IE1 എന്ന് പറയുന്നത് എന്താണ്? IB1 + IC1. അതായത് ഇവിടുത്തെ കറണ്ട് പ്ലസ് ഈ കറണ്ടാണ് നമ്മുടെ IB1 അല്ലെങ്കിൽ എന്താണ് IB2 അല്ലെങ്കിൽ ഈ IE1 എന്ന് പറയുന്നത്, റൈറ്റ്. അതാണ് ഞാനിതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ IB1 + β1 × IB1 എഴുതാം. കാരണം എന്താ, C1 നമുക്കറിയാം IC/β എന്ന് പറയുന്നത് IC/IB ആണ്. ഞാൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. IC1 എന്ന് പറയുന്നത് β1 IB1 ആണ്. IB1 എന്ന് പറയുന്നത് അതേപോലെ തന്നെ എഴുതി. അപ്പോൾ ഇത് നമുക്ക് കിട്ടി IB2 = 1 + β1 IB. ഇനി നമുക്ക് IC1/Iβ1 എന്ന് പറഞ്ഞാൽ β1 ആണ്. IC2/IB2 എന്ന് പറഞ്ഞാൽ β2 ആണ്. നമുക്കറിയാം IC = IC1 + IC2. അങ്ങനെയാണെങ്കിൽ β × IB1 + β × IB2 എന്ന് എഴുതാം, റൈറ്റ്. ഇതൊന്ന് ഓക്കെ. അപ്പോൾ ഇനി β1 × IB1 ഇത് β1 ആണ്. β1 × IB1 + β2 × IB2 നമുക്ക് എന്താ കിട്ടി? 1 + Iβ1 × IB. നമുക്ക് ഇവിടുന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് എന്താണ് IB2 എന്ന്. അത് ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? IB1 + IB2 + IB1 IB2 × IB1. നമുക്കറിയാം IB1 എന്ന് പറയുന്നത് ഇവിടുത്തെ കറണ്ടാണ് IB1. ആ IB1ഉം നമ്മുടെ ഒറിജിനൽ IBയും സെയിം ആണ്. അപ്പോൾ IC/IB എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? β1 + β2 + β1 β2 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്തത്. നമ്മൾ ഇതിൻ്റെ ബേസിൻ്റെ വിഡ്ത്ത് കൂട്ടിയില്ല. ബേസിൻ്റെ വിഡ്ത്ത് മുന്നത്തെ പോലെ തന്നെ വെച്ചു. പകരം നമ്മളൊരു പുതിയൊരു ട്രാൻസിസ്റ്റർ ഇൻകോപ്പറേറ്റ് ചെയ്തു. നമ്മളൊരു പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കി. അത് മോണോലിത്തിക് ഡാർലിംഗ്ടൺ പവർ BJTയുടെ ഒരു പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് എന്ത് ഇൻക്രീസ് കിട്ടി? കറണ്ട് ഗെയിനിൻ്റെ പ്രശ്നം മാറ്റി കിട്ടി. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ദ കറണ്ട് amplification increases, also the base power drive requirement decreases. അതായത് നമ്മൾ ബേസിൻ്റെ വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് കൂടുതൽ പവർ വേണ്ടി വരും ഡ്രൈവ് ചെയ്യാൻ. മീൻസ് കൂടുതൽ കറണ്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ ഒരു ഡിവൈസ് ഡ്രൈവ് ചെയ്യാൻ. കാരണം ഇതിൻ്റെ വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ, ബേസിൻ്റെ വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ബേസിൻ്റെ വിഡ്ത്ത് കുറയ്ക്ക് തന്നെയാണ്, മീൻസ് കുറവ് തന്നെയാണ്. ബട്ട് വേറൊരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, വേറൊരു ട്രാൻസിസ്റ്ററും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ വേറെ ഒരു ചേഞ്ചും വരുത്തിയില്ല. ആസ് ദ ബേസ് വിഡ്ത്ത് ഈസ് ലെസ്, വി നീഡ് എന്താണ്? ലെസ് പവർ ടു ഡ്രൈവ് ദ ഡിവൈസ്. ലെസ് ബേസ് പവർ ടു ഡ്രൈവ് ദ ഡിവൈസ്. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബോത്ത് BJTs ആർ ഡ്രിവൺ ഇൻ ഹാർഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഇറ്റ് ടേക്സ് മോർ ടൈം ബിക്കോസ് ഡ്യൂ ടു മോർ ട്രാപ്ഡ് ചാർജസ് ഇൻ N- ലെയർ. നമ്മുടെ ഇവിടെ N- ലെയർ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു N- ലെയർ ഉണ്ട്, ഈ ഒരു N- ലെയർ ഉണ്ട്. ഇതൊരു വലിയൊരു ലെയറാണ് അല്ലേ. ആ ഒരു ലെയർ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ ലെയറാണ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തത്. അതിൻ്റെ ലെങ്ത്തും കൂടി, മീൻസ് അതിൻ്റെ ലെയറിൻ്റെ വിഡ്ത്തും എല്ലാം കൂടി. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ ചാർജസും ഈ ഒരു ലെയറിൽ ട്രാപ്പ് ചെയ്ത് കിടക്കും. ഓക്കെ, ഡ്യൂ ടു മോർ ചാർജസ് ട്രാപ്ഡ് ഇൻ ദ N- ലെയർ എന്ത് സംഭവിക്കും? ഇറ്റ് ടേക്സ് മോർ ടൈം ടു ടു ഡിസ്ട്രിബ്യൂട്ട് ദ ചാർജസ് ഇൻ ദ ലെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഫ്രീക്വൻസി ഓപ്പറേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. കാരണം നമ്മൾ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി കുറവ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിൽ മാത്രമാണ് നമുക്ക് ആ ഡിവൈസസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ദ ചാർജസ്
will be trapped in that n minus layer. അതുകൊണ്ട് it takes more time to distribute the charges in that layer. അങ്ങനെ എല്ലാ ലെയറിൽ ഫുള്ള് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലാണ് നമുക്ക് അടുത്ത ലെയറിലേക്ക് നമുക്ക് ചാർജ് മൂവ്മെൻറ്റ് മൊബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് it is not used in high frequency application. Now practically power transistor have two types of saturation, one hard saturation, one quasi saturation. The hard saturation comes when high power application and quasi saturation comes when low power application. എന്തുകൊണ്ടാണ് ഈ ഒരു സാച്ചുറേഷൻ, രണ്ട് ടൈപ്പ് ഓഫ് സാച്ചുറേഷൻ ഉണ്ടാവുന്നത്? ഡ്യൂ ടു ദിസ് n മൈനസ് ലെയർ. അതെന്താണ് സംഭവം? എന്താണ്? കാരിയർ ഡിസ്ട്രിബ്യൂഷൻ n മൈനസ് ലെയർ വിൽ ബി സ്പ്രെഡ് അറ്റ് മച്ച് ഫാസ്റ്റർ റേറ്റ്. എപ്പോൾ ഹാർഡ് സാച്ചുറേഷൻ സമയത്ത് പെട്ടെന്ന് ഇത്, കാരണം ഹൈ പവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ലെയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ചാർജസ്. പക്ഷേ ലോ പവർ ആപ്ലിക്കേഷനിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ക്വാസി സാച്ചുറേഷൻ. സ്ലോപ്പ് പറയുന്നത് ഇതായിരിക്കും നമ്മുടെ ക്വാസി സാച്ചുറേഷൻ സമയത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. കാരണം റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാവുമ്പോൾ നമ്മുടെ സ്ലോപ്പ് കുറയും. അപ്പോൾ ഇങ്ങനെയായിരിക്കും സ്ലോപ്പ് ഉണ്ടാവുക. സോ ക്വാസി സാച്ചുറേഷൻ സമയത്ത് ഇതാണ് സ്ലോപ്പ്, ഹാർഡ് സാച്ചുറേഷൻ സമയത്ത് ഇതാണ് നമ്മുടെ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിരുന്നു. അതേപോലെ പവർ BJTയിൽ എങ്ങനെ നമ്മൾ അതിൻ്റെ കറണ്ട് ഗെയിൻ ഇമ്പ്രൂവ് ചെയ്തെന്നും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഞങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.